നമസ്കാരം. ഇന്ത്യൻ റീറ്റെയിൽ വിപണി, പ്രത്യേകിച്ച് ഈ സൂപ്പർ മാർക്കറ്റ് രംഗം, അവിടെ എങ്ങനെ വിജയിക്കാം? അതൊരു വലിയ ചോദ്യമാണ്. അതെ, അതിനെക്കുറിച്ചുള്ള ഒരു വിശദമായ ഒരു ചർച്ചയാണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കയ്യിൽ സൂപ്പർ മാർക്കറ്റ് വാല എന്ന പുസ്തകത്തിലെ ചില പ്രധാന ആശയങ്ങളും തന്ത്രങ്ങളുമുണ്ട്. ശരി. അപ്പൊ നമ്മുടെ ലക്ഷ്യം ഇന്ത്യയിലെ ഈ സങ്കീർണമായ മാർക്കറ്റിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ശരിക്കും വിജയിക്കാൻ എന്തൊക്കെ പ്രായോഗിക കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മനസ്സിലാക്കുകയാണ്. കറക്റ്റ്. കാരണം ഇന്ത്യൻ മാർക്കറ്റ് അത്ര സിമ്പിൾ അല്ല. ഒട്ടും സിമ്പിൾ അല്ല, ഭയങ്കര വൈവിധ്യമാണ് അല്ലേ? ഓരോ കുറച്ചു ദൂരം കഴിയുമ്പോഴും ആളുകളുടെ രീതികൾ മാറും. അതെ, ഷോപ്പിംഗ് രീതികളും മാറും. അപ്പോ ഈ വൈവിധ്യം എങ്ങനെ അവസരമാക്കാം? നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം. ഓക്കെ. ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഉപഭോക്താവിനെ നന്നായി മനസ്സിലാക്കുക. ഈ പുസ്തകത്തിലെ കുറിപ്പുകൾ പറയുന്നത് ഇന്ത്യയിലെ ഷോപ്പിംഗ് ശീലങ്ങൾ ഓരോ സ്ഥലത്തും ഭയങ്കര വ്യത്യാസമുണ്ടെന്നാണ്. ശരിയാണ്. വലിയ സിറ്റികളിലെ പോലെയല്ല, ചെറിയ ടൗണുകളിൽ, ഗ്രാമങ്ങളിൽ വീണ്ടും മാറും. ചിലർക്ക് വിലയാണ് പ്രധാനം, ചിലർക്ക് സൗകര്യം. അതെ, ചിലർക്ക് ഒരുപാട് സാധനങ്ങൾ കാണണം. അപ്പോ ഈ പുസ്തകം പറയുന്നത് നിങ്ങളുടെ കടയിലെ സ്റ്റോക്ക്, വില, പ്രൊമോഷനുകളൊക്കെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനനുസരിച്ച് മാറ്റണമെന്നാണ്. ഒരു സുഹൃത്തിന് ഗിഫ്റ്റ് വാങ്ങുമ്പോൾ അവരുടെ ഇഷ്ടം നോക്കുന്ന പോലെ. നല്ലൊരു താരതമ്യമാണത്. ഇത് പ്രായോഗികമായി എളുപ്പമാണോ? എളുപ്പമല്ല, പക്ഷെ അത് ചെയ്തേ പറ്റൂ. നിങ്ങൾ പറഞ്ഞ ആ വൈവിധ്യം തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. പക്ഷെ അതൊരു അവസരം കൂടിയാണ്. എങ്ങനെ? കാരണം എല്ലാവർക്കും ഒരേ സാധനം, ഒരേ രീതി എന്ന സമീപനം ഇവിടെ നടക്കില്ല. ഒരു സാധ്യതയുമില്ല. ശരിയാണ്. ഉപഭോക്താവിന് എന്നെ ഈ കട പരിഗണിക്കുന്നുണ്ട് എന്ന് തോന്നണം. അവരുടെ വരുമാനം, ജീവിതരീതി, ടേസ്റ്റ്, എന്തിനേറെ അവിടുത്തെ ലോക്കൽ ആഘോഷങ്ങൾ പോലും പ്രധാനമാണ്. ഓക്കേ. ഇവിടെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ വ്യത്യാസങ്ങളുണ്ടല്ലോ, അത് ഈച്ചെറിഞ്ഞ് അതനുസരിച്ച് കട നടത്തുന്നവർക്കേ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റൂ. ഇത് വെറും സാധനം തെരഞ്ഞെടുക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല കേട്ടോ. പിന്നെയോ? കടയുടെ സൈസ്, സ്റ്റാഫിന്റെ പെരുമാറ്റം, എല്ലാത്തിലും ഈ ലോക്കൽ ടച്ച് വരണം. അപ്പോ കസ്റ്റമറെ അറിഞ്ഞാൽ മാത്രം മതിയോ? അടുത്ത ഒരു പ്രധാന ഘടകം വില അല്ലേ? തീർച്ചയായും. വിലയെക്കുറിച്ച് പറയാതെ ഇന്ത്യൻ റീറ്റെയിൽ ചർച്ച പൂർണ്ണമാകില്ല. ഈ കുറിപ്പുകളിൽ പറയുന്നുണ്ട് വിലയാണ് വിജയത്തിന്റെ അടിസ്ഥാനം എന്ന്. അത്രയ്ക്ക് പ്രാധാന്യമുണ്ട്. ഉണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഒരു വലിയ വിഭാഗം കസ്റ്റമേഴ്സിന്. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമായി പറയുന്നത് ഡിമാർട്ടിനെയാണ്. അവരുടെ ആ എല്ലാ ദിവസവും കുറഞ്ഞ വില എന്ന പരിപാടി. അതെ, EDLP, എവ്രിഡേ ലോ പ്രൈസസ്. അത് അവരുടെ വിജയത്തിൽ വലിയൊരു പങ്കുവഹിച്ചു എന്ന് പറയുന്നു. ഇടയ്ക്കിടെ വലിയ ഡിസ്കൗണ്ട് കൊടുക്കുന്നതിന് പകരം എപ്പോഴും ഒരു കുറഞ്ഞ വില. അതെ, ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാകുന്നത്. അവരുടെ സ്ട്രാറ്റജി എന്താണത്? ചെറിയ മാർജിനില് കൂടുതൽ കച്ചവടം നടത്തി മാർക്കറ്റ് ഷെയർ പിടിക്കുക. പക്ഷേ ചെറിയ മാർജിനിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് തുടക്കത്തിൽ റിസ്ക് അല്ലേ? ലാഭം കുറയില്ലേ? നല്ല ചോദ്യമാണ്. റിസ്ക് ഉണ്ട്. പക്ഷേ ഡിമാർട്ടിന്റെ കാര്യത്തില് അതൊരു പ്ലാൻ സ്ട്രാറ്റജി ആയിരുന്നു, ദീർഘകാലത്തേക്കുള്ള പ്ലാൻ. ഓക്കെ. അവർ കുറഞ്ഞ വില സ്ഥിരമായി കൊടുത്തപ്പോൾ കസ്റ്റമർക്ക് ഒരു വിശ്വാസം വന്നു. അവിടെ പോയാൽ വലിയ വിലയുണ്ടാവില്ല എന്നൊരു ചിന്ത. കൃത്യം. അത് സ്ഥിരം കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കി. പിന്നെ ഈ റിസ്കിനെ അവർ മാനേജ് ചെയ്തത് അവരുടെ പ്രവർത്തന ചെലവ്, അതായത് ഓപ്പറേഷണൽ കോസ്റ്റ് ഭയങ്കരമായി കുറച്ചിട്ടാണ്. അതെങ്ങനെ? ആവശ്യമില്ലാത്ത ആർഭാടങ്ങൾ ഒന്നും ഉണ്ടാവില്ല. എഫിഷ്യന്റ് സപ്ലൈ ചെയിൻ. പിന്നെ പ്രധാനമായിട്ടും വാടക ഒഴിവാക്കാൻ സ്വന്തം സ്ഥലത്ത് കടകൾ തുടങ്ങി. ഓ, ശരി ശരി. അപ്പോ വില കുറച്ചാലും ലാഭമുണ്ടാക്കാൻ പറ്റി. കാരണം ഇന്ത്യൻ കസ്റ്റമർ വലിയൊരു വിഭാഗം വാല്യൂ കോൺഷ്യസ് ആണ്. അതെ, കൊടുക്കുന്ന പൈസയ്ക്ക് മുതലുണ്ടാവണം. വാല്യൂ ഫോർ മണി. ആ സൈക്കോളജി അവർ നന്നായി ഉപയോഗിച്ചു. അതുകൊണ്ട് വ്യക്തമായ ഒരു പ്രൈസിംഗ് സ്ട്രാറ്റജി ഇവിടെ വളരെ പ്രധാനമാണ്. ഓക്കെ. അപ്പോ വില കഴിഞ്ഞു. ഇനി അത്ര ശ്രദ്ധിക്കപ്പെടാത്ത എന്നാൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്റ്റോർ ലേഔട്ട്. കടയുടെ ഉൾവശം എങ്ങനെ ഒരുക്കിയിരിക്കുന്നു എന്നത്. അതും പ്രധാനമാണ്. നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. ഈ കുറിപ്പുകൾ പറയുന്നത് കടയുടെ ഡിസൈൻ, സാധനങ്ങൾ വെച്ചിരിക്കുന്ന രീതി, ഇതൊക്കെ കസ്റ്റമർ എങ്ങനെ കടയിലൂടെ നടക്കുന്നു, എന്തൊക്കെ കാണുന്നു, എന്തു വാങ്ങുന്നു എന്നതിനെ സ്വാധീനിക്കും എന്നാണ്. ശരിയാണ്. നമ്മൾ കാണാറില്ലേ, സ്ഥിരം വാങ്ങുന്ന പാൽ, ബ്രെഡൊക്കെ ചിലപ്പോ കടയുടെ ഏറ്റവും ഉള്ളിലായിരിക്കും വെക്കുക. അതെ അതെ, അതിനൊരു കാരണമുണ്ട്. ഒരു സൈക്കോളജി ഉണ്ട് അതിന് പിന്നില്. എന്താണത്? സ്റ്റോർ ലേഔട്ട് ഡിസൈൻ ചെയ്യുന്നത് തന്നെ കസ്റ്റമറെ കടയുടെ മോസ്റ്റ് ലിസ്റ്റ് എല്ലാ ഭാഗത്തുകൂടിയും നടത്തിക്കാനാണ്. ഈ അത്യാവശ്യ സാധനം വാങ്ങാൻ ഉള്ളിലേക്ക് പോകുമ്പോ വഴിയിലുള്ള മറ്റ് സാധനങ്ങളും ഓഫറുകളും ഒക്കെ കാണുമല്ലോ. ശരിയാണ്. ഇത് ചിലപ്പോ പ്ലാൻ ചെയ്യാത്ത ചില വാങ്ങലുകൾക്ക്, അതായത് ഇംപൾസ് പർച്ചേസിന് പ്രേരിപ്പിക്കും. പക്ഷെ അത് കസ്റ്റമർക്ക് ഒരു ബുദ്ധിമുട്ടാവാനും പാടില്ല. അവർക്ക് വേണ്ട സാധനം എളുപ്പം കണ്ടുപിടിക്കാനും പറ്റണം. അതും ശരിയാണ്. അപ്പോ ഒരു നല്ല ലേഔട്ട് കസ്റ്റമറുടെ ഒഴുക്ക് സ്മൂത്താക്കും, പുതിയ പ്രോഡക്ട്സ് കാണാൻ പ്രോത്സാഹിപ്പിക്കും, ഓഫറുകൾക്ക് നല്ല വിസിബിലിറ്റി കൊടുക്കും. നമ്മൾ വീട്ടിൽ അടുക്കള സാധനങ്ങൾ അടുക്കി വെക്കുന്ന പോലെ, പക്ഷെ കുറച്ചുകൂടെ കച്ചവട തന്ത്രത്തോടെ. അതെ, കറക്റ്റ്. ഇതിനെ വലിയ ചിത്രവുമായി ബന്ധിപ്പിച്ചാൽ ഇത് വെറും സ്ഥലം അറേഞ്ച് ചെയ്യലല്ല.
ഇതൊരു കസ്റ്റമർ എക്സ്പീരിയൻസ് കൂട്ടാനുള്ള വഴി കൂടിയാണ്. അവരെ വീണ്ടും വരാൻ പ്രേരിപ്പിക്കും. ശരിയാണ്. ഇനി നമുക്ക് കുറച്ചുകൂടെ ടെക്നിക്കലായ ഒരു സ്മാർട്ട് വശത്തേക്ക് പോകാം. ഡാറ്റയുടെ ഉപയോഗം. ഡാറ്റ അനലിറ്റിക്സ്. അതെ, ഈ പുസ്തകത്തിലെ കുറിപ്പുകൾ പറയുന്നത് നല്ല സൂപ്പർമാർക്കറ്റുകൾ വെറുതെ ഊഹിച്ച് കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നാണ്. ഇല്ല, അവരെ സെയിൽസ് ഡാറ്റ, ഓരോ പ്രോഡക്റ്റിന്റെയും ഡിമാൻഡ്, സീസൺ അനുസരിച്ചുള്ള മാറ്റങ്ങൾ, ഇതൊക്കെ ട്രാക്ക് ചെയ്യും, അനലൈസ് ചെയ്യും. കൃത്യമായി. ഈ ഡാറ്റ വെച്ചിട്ടാണ് സ്റ്റോക്ക് മാനേജ് ചെയ്യുന്നതും പ്രൊമോഷൻ പ്ലാൻ ചെയ്യുന്നതുമൊക്കെ. ഇത് നമ്മൾ കാലാവസ്ഥ നോക്കി കുടയെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന പോലെയല്ലേ? വളരെ നല്ലൊരു താരതമ്യമാണത്. ഊഹങ്ങൾക്ക് പകരം ഫാക്ട്സ്. അതാണ് കാര്യം. പണ്ടത്തെ കടകളിൽ നിന്ന് ഇന്നത്തെ സൂപ്പർമാർക്കറ്റുകളിലേക്കുള്ള ഒരു പ്രധാന മാറ്റം ഈ ഡാറ്റാ ബേസ്ഡ് സമീപനമാണ്. ശരി. ഇൻവെന്ററി മാനേജ്മെന്റ്, അതായത് സ്റ്റോക്കിന്റെ കാര്യം, ഏത് സാധനം എത്ര വേണം, എപ്പോ വീണ്ടും ഓർഡർ ചെയ്യണം, ഇതിനെല്ലാം ഡാറ്റ അനാലിസിസ് നിർബന്ധമാണ്. ഇത് സ്റ്റോക്ക് തീർന്നു പോകുന്നതും സ്റ്റോക്ക് ഔട്ട്സ്, ആവശ്യമില്ലാതെ കെട്ടിക്കിടക്കുന്നതും ഓവർ സ്റ്റോക്കിംഗ് ഒഴിവാക്കാൻ സഹായിക്കും. അത് വലിയ നഷ്ടം ഒഴിവാക്കുമല്ലോ. തീർച്ചയായും. അതുപോലെ ഏത് ഓഫറാണ് കൂടുതൽ ക്ലിക്കാകുന്നത്, എപ്പോഴാണ് തിരക്ക് കൂടുന്നത്, ഇതൊക്കെ അറിയാൻ ഡാറ്റ വേണം. ശരി. ഇൻസൈറ്റുകളാക്കി മാറ്റി കാര്യങ്ങൾ മെച്ചപ്പെടുത്താന് എത്ര പേർക്ക് പറ്റുന്നുണ്ട്? അതൊരു പോയിന്റാണ്. ഡേറ്റ ഉണ്ടായാൽ മാത്രം പോരല്ലോ. പോരാ, അത് ബുദ്ധിപരമായി ഉപയോഗിക്കാനും അറിയണം. നിങ്ങൾ ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറഞ്ഞല്ലോ, അതാണ് നമ്മുടെ അടുത്ത പോയിന്റ്. ശരി. സ്റ്റോക്ക് എങ്ങനെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാം? കാരണം ഇതും ലാഭവുമായി നേരിട്ട് ബന്ധമുള്ള കാര്യമാണ്. അതെ, വളരെ പ്രധാനം. ഈ കുറിപ്പുകൾ 2 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, വേസ്റ്റേജ് കുറയ്ക്കുക. പാഴായി പോകുന്നത്, പ്രത്യേകിച്ച് പെട്ടെന്ന് കേടാകുന്ന സാധനങ്ങൾ, പഴങ്ങൾ, പച്ചക്കറി, പാല് പോലുള്ളവ അധികം സ്റ്റോക്ക് ചെയ്താൽ നഷ്ടമാണ്. ഉറപ്പാണ്. 2, ഡെഡ് സ്റ്റോക്ക്, അതായത് വിറ്റുപോവാതെ കെട്ടിക്കിടക്കുന്ന സ്റ്റോക്ക്, അതും ഒഴിവാക്കണം. അതും വലിയ നഷ്ടമാണ്. ഫാഷൻ മാറിയതോ സീസൺ കഴിഞ്ഞതോ ഒക്കെ ആകാം കാരണം. കൃത്യമാണ്. ഈ ഇൻവെന്ററി മാനേജ്മെന്റിലെ പ്രശ്നങ്ങൾ പലതരം നഷ്ടങ്ങൾ ഉണ്ടാക്കും. ഒന്ന്, ഈ പറഞ്ഞ വേസ്റ്റേജ്. 2, ഡെഡ് സ്റ്റോക്ക്. ഈ ഡെഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാശ് അവിടെ വെറുതെ കിടക്കുകയാണ്, കെട്ടിക്കിടക്കുകയാണ്. ശരിയാണ്. ആ പൈസ വേറെ കാര്യത്തിന് ഉപയോഗിക്കാമായിരുന്നു. അതെ, ടൈഡ് അപ്പ് ക്യാപിറ്റൽ. പിന്നെ ഈ കൂടുതൽ സ്റ്റോക്ക് വെക്കാനുള്ള സ്ഥലം, അതിന്റെ ചെലവ്, അത് നോക്കാനുള്ള ആൾക്കാർ, അങ്ങനെ പലതുമുണ്ട്. അപ്പൊ ഇവിടെയും ഡേറ്റയുടെ കളിയുണ്ടല്ലേ? തീർച്ചയായും. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡേറ്റയുടെ ഉപയോഗം വരുന്നത്. ഓരോ സാധനവും എത്ര വേഗത്തിൽ വിറ്റുപോകുന്നു, അതിന്റെ ഡിമാൻഡ് എങ്ങനെയാണ്, ഈ കണക്കുകൾ ഉണ്ടെങ്കിൽ എത്ര സ്റ്റോക്ക് വെക്കണം, എപ്പോ ഓർഡർ ചെയ്യണം എന്നൊക്കെ നന്നായി പ്ലാൻ ചെയ്യാം. ഇത് ഓവർ സ്റ്റോക്കും സ്റ്റോക്ക് തീർന്നു പോകുന്നതും ഒഴിവാക്കും, ലാഭം കൂട്ടും. ചുരുക്കി പറഞ്ഞാൽ ശരിയായ സാധനം ശരിയായ അളവിൽ ശരിയായ സമയത്ത് കടയിൽ ഉണ്ടാവുക. അതാണ് സ്മാർട്ട് ഇൻവെന്ററി മാനേജ്മെന്റ് ഒരു ഘടകം. ഏതാണത്? കസ്റ്റമറുമായുള്ള ബന്ധം, അവരുടെ വിശ്വാസം. അത് വളരെ പ്രധാനമാണ്. ഒരു കട ദീർഘകാലം നിലനിൽക്കണമെങ്കിൽ ഈ വിശ്വാസം കൂടിയേ തീരൂ എന്ന് പറയുന്നു. വിലയിലെ സ്ഥിരത, ക്വാളിറ്റി, സ്റ്റാഫിന്റെ പെരുമാറ്റം, പറയുന്ന കാര്യങ്ങൾ പാലിക്കുന്നത്, അതെല്ലാം വിശ്വാസമുണ്ടാക്കും. പുസ്തകത്തിൽ ഒരു സിമ്പിൾ ഉപദേശമുണ്ട്: ഒരു സത്യം പറഞ്ഞാൽ ഉപഭോക്താവ് വീണ്ടും വരും. വളരെ ശരിയാണ്. സത്യസന്ധത. അതെ, സത്യസന്ധതയും സുതാര്യതയും. ഇതിന് വെറുമൊരു കച്ചവട തന്ത്രമായി മാത്രം കാണരുത്. ഇതൊരു ലോങ് ടേം വാല്യൂ ഉണ്ടാക്കുന്ന കാര്യമാണ്. കസ്റ്റമർ ലോയൽറ്റി, അതായത് അവരുടെ കൂറ്, അത് പോയിന്റ് കാർഡ് കൊണ്ടോ ഡിസ്കൗണ്ട് കൊണ്ടോ മാത്രം കിട്ടില്ല. അതൊക്കെ താൽക്കാലികമാണ്. ശരിക്കുള്ള ലോയൽറ്റി വരുന്നത് സ്ഥിരമായി കിട്ടുന്ന നല്ല അനുഭവങ്ങളിൽ നിന്നും ആ കടയിലുള്ള വിശ്വാസത്തിൽ നിന്നുമാണ്. അവിടെ പോയാ പറ്റിക്കില്ല, നല്ല സാധനമേ കിട്ടൂ, ന്യായവിലയെ ഉണ്ടാകൂ എന്നൊരു തോന്നൽ. അതെ, ആ ഉറപ്പ് കൊടുക്കാൻ പറ്റണം. അങ്ങനെ വന്നാൽ അവര് വീണ്ടും വരും, വേറെ ആളുകളോട് പറയും. ശരിയാണ്. ഇന്നത്തെ കാലത്ത് കസ്റ്റമർക്ക് ഓപ്ഷൻസ് ഒരുപാടുണ്ട്. അപ്പൊ അവരെ പിടിച്ചു നിർത്തണമെങ്കിൽ ഈ വിശ്വാസം വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചുരുക്കിയാൽ, ഈ സൂപ്പർ മാർക്കറ്റ് വാല പറയുന്ന പ്രധാന തന്ത്രങ്ങൾ ഇവയാണ്. ശരി. 1, ഇന്ത്യയിലെ പലതരം കസ്റ്റമേഴ്സിനെ നന്നായി പഠിക്കുക, ലോക്കൽ ആവശ്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കുക. അതെ. 2, വില, കൃത്യമായൊരു നയം വേണം. EDLP പോലുള്ള കാര്യങ്ങൾ നോക്കി ലോങ് ടേമിൽ മാർക്കറ്റ് പിടിക്കാൻ നോക്കുക. ശരിയാണ്. 3, സ്റ്റോർ ലേഔട്ട്, കസ്റ്റമർക്ക് എളുപ്പമുള്ളതും കൂടുതൽ വാങ്ങാൻ തോന്നുന്നതുമായിരിക്കണം. സ്മാർട്ടായി ഡിസൈൻ ചെയ്യണം. 4, ഡാറ്റ ഉപയോഗിക്കുക, ഊഹങ്ങൾക്ക് പകരം കണക്കുകൾ നോക്കി സ്റ്റോക്ക്, ഓഫറൊക്കെ തീരുമാനിക്കുക. വെരി ഇമ്പോർട്ടന്റ്. 5, ഇൻവെന്ററി, വേസ്റ്റേജും ഡെഡ് സ്റ്റോക്കും കുറച്ച് ലാഭം സംരക്ഷിക്കുക, കാര്യക്ഷമമായി മാനേജ് ചെയ്യുക. 6, എല്ലാത്തിനുപരിയായി വിശ്വാസം നേടുക, വിലയിലും ക്വാളിറ്റിയിലും സേവനത്തിലും സത്യസന്ധതയും സ്ഥിരതയും പുലർത്തുക. കറക്റ്റ്. പിന്നെ പുതിയ കാര്യങ്ങൾ ആദ്യം ചെറുതായി ടെസ്റ്റ് ചെയ്തിട്ട് വലുതാക്കുക എന്നൊരു ഉപദേശമുണ്ട്. അതും നല്ലൊരു പോയിന്റാണ്.
പരീക്ഷിച്ചു നോക്കുക. അപ്പോ ഈ തന്ത്രങ്ങളെല്ലാം എങ്ങനെയാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്? നല്ലൊരു ചോദ്യമാണ്. ഇതൊന്നും ഒറ്റയ്ക്ക് നിൽക്കുന്നവയല്ല, എല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഉദാഹരണത്തിന്, കസ്റ്റമറെ ശരിക്കും മനസ്സിലാക്കിയാലേ അവർക്ക് പറ്റുന്ന വിലയിടാനും അവർക്ക് വേണ്ട സാധനം വെക്കാനും പറ്റൂ. ശരിയാണ്. ഡേറ്റയുണ്ടെങ്കിലേ ഇൻവെന്ററി നേരെ മാനേജ് ചെയ്യാനും വേസ്റ്റേജ് കുറയ്ക്കാനും പറ്റൂ. അതെ. നല്ല ലേഔട്ട്, നല്ല വില, നല്ല ക്വാളിറ്റി, നല്ല സ്റ്റോക്ക് മാനേജ്മെന്റ്, സത്യസന്ധത, ഇതെല്ലാം ചേരുമ്പോഴാണ് കസ്റ്റമർക്ക് വിശ്വാസം വരുന്നത്. അപ്പോ എല്ലാം കൂടി ചേരണം. അതെ, നമ്മുടെ കയ്യിലുള്ള ആ സൂത്രവാക്യം പോലെ ഉപഭോക്താവിനെ മനസ്സിലാക്കുക, വില ശരിയാക്കുക, സ്റ്റോർ ലേഔട്ട് സ്മാർട്ടായി ക്രമീകരിക്കുക, ഡേറ്റ ഉപയോഗിച്ച് സ്റ്റോക്ക് മാനേജ്മെന്റ് ചെയ്യുക, വിശ്വാസം നേടിയെടുക്കുക. ഇവയെല്ലാം ചേർന്ന ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച്, അതാണ് വിജയരഹസ്യം എന്നാണ് ഈ കുറിപ്പുകൾ പറയുന്നത്. അപ്പോ ചുരുക്കത്തിൽ ഇന്ത്യൻ റീറ്റെയിലില് ഈ സൂപ്പർമാർക്കറ്റ് ബിസിനസ്സിൽ വിജയിക്കുക എന്നത് അതൊരു കച്ചവടം മാത്രമല്ല. അല്ല, പ്രാദേശികമായ കാര്യങ്ങൾ അറിയണം, ഈ പറഞ്ഞ തന്ത്രങ്ങൾ കൃത്യമായി നടപ്പാക്കണം. ഒരു ശാസ്ത്രവും കലയും ചേർന്ന പോലെ. തികച്ചും ശരിയാണ്. ഒരു ആർട്ടും സയൻസും ഉണ്ടിതിൽ. ഇനി നമ്മളിത് അവസാനിപ്പിക്കുമ്പോൾ ഒരു ചിന്ത പങ്കുവെക്കാമോ? തീർച്ചയായും. നമ്മൾ ഇതുവരെ സംസാരിച്ചത് ഫിസിക്കൽ സ്റ്റോറുകളെ കുറിച്ചാണല്ലോ, കടകളെക്കുറിച്ച്. അതെ. എന്നാൽ ഇന്ന് ഇന്ത്യയിൽ ഓൺലൈൻ റീറ്റെയിൽ, ഇ കൊമേഴ്സ് ഭയങ്കരമായി വളരുകയാണ്. ശരിയാണ്. പലചരക്ക് സാധനങ്ങൾ വരെ ഓൺലൈനിൽ വാങ്ങുന്നുണ്ട്. അതെ. അപ്പോൾ ഒരു ചോദ്യം വരുന്നുണ്ട്, നമ്മൾ ഈ ചർച്ച ചെയ്ത ഫിസിക്കൽ സ്റ്റോർ തന്ത്രങ്ങൾക്ക് ഈ ഡിജിറ്റൽ കാലത്ത് എന്ത് സംഭവിക്കും? അതൊരു പ്രധാന ചോദ്യമാണ്. ഇതിന് പ്രസക്തി നഷ്ടപ്പെടുമോ? അതോ ഈ പഴയ തന്ത്രങ്ങളെ പുതിയ ഓൺലൈൻ സാധ്യതകളുമായി എങ്ങനെ കൂട്ടിച്ചേർക്കാം? ഒരു ഫിജിറ്റൽ അനുഭവം, ഫിസിക്കലും ഡിജിറ്റലും ചേർന്നത്. അതെ, അങ്ങനെ ഒരു അനുഭവം കൊടുത്ത് ഭാവിയിൽ പിടിച്ചു നിൽക്കാൻ ഈ സൂപ്പർമാർക്കറ്റുകൾക്ക് പറ്റുമോ? ഒരുപക്ഷെ അതാവും അടുത്ത വെല്ലുവിളിയും അവസരവും. ശരിയാണ്. ഡിജിറ്റൽ ലോകവുമായുള്ള ഈ സംയോജനം അത് തീർച്ചയായും ആലോചിക്കേണ്ട വിഷയമാണ്.